നമസ്കാരം. സ്മാർട്ട് ജെൻ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പതിവിന് വിപരീതമായിട്ട് നിരവധി മാധ്യമങ്ങളുണ്ട് നമുക്ക് ഇവിടെയെല്ലാം. അപ്പോൾ പതിവിന് വിപരീതമായിട്ട് ഒരു ഇന്റർവ്യൂവിലൂടെയാണ് ഇന്ന് സ്മാർട്ട് ജെൻ മീഡിയ നിങ്ങൾക്ക് മുന്നിലേക്ക് കൺതുറക്കുന്നത്. ഇന്റർവ്യൂവിനായിട്ട് നമുക്കിവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട MLA റോജി M. ജോൺ ആണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു സ്മാർട്ട് ജെൻ മീഡിയ. നമസ്കാരം സർ. നമസ്കാരം. അപ്പോൾ നമുക്കറിയാം നിരവധി മാധ്യമങ്ങൾ ഇന്നുണ്ട്. TV, അതുപോലെ തന്നെ റേഡിയോ, ഇതിലെല്ലാം കഴിഞ്ഞ് ആദ്യം തുടങ്ങിയത് പത്രമാധ്യമങ്ങളാണെങ്കിൽ പത്രം കഴിഞ്ഞ് റേഡിയോയിലേക്ക് എത്തി, റേഡിയോയിൽ നിന്ന് ടെലിവിഷനിലേക്ക് എത്തി, ടെലിവിഷൻ കഴിഞ്ഞ് ഇപ്പോഴിതാ എത്തി നിൽക്കുന്നത് നവമാധ്യമമായിട്ടുള്ള ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മളെല്ലാവരും എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ യുഗത്തിൽ നമുക്കറിയാം വളരെയധികം വാർത്തകൾ വളച്ച് ഒടിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ചില വാർത്തകൾ തെറ്റായിട്ട് പ്രചരിക്കപ്പെടുന്നു. അങ്ങനെ പല മാറ്റങ്ങളും ഡിജിറ്റൽ മീഡിയ വരുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ മാധ്യമങ്ങളുടെ പ്രസക്തി കൂടിയാണ് ഇന്ന് വിലയിരുത്തപ്പെടേണ്ടത്. അപ്പോൾ സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ ഡിജിറ്റൽ മാധ്യമങ്ങൾ ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ആദ്യമേ തന്നെ സ്മാർട്ട് ജെൻ മീഡിയയുടെ ഈ ഔദ്യോഗിക ലോഞ്ചിങ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂയിലൂടെ ഉദ്ഘാടനം ചെയ്യുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ പുതിയ പ്ലാറ്റ്ഫോമിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു. താങ്കൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ഒന്നാണ്. ഇന്നത്തെ കാലഘട്ടം നവമാധ്യമങ്ങളുടെ ഒരു കാലഘട്ടമാണ്. പഴയ കാലഘട്ടത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള മാധ്യമപ്രവർത്തകർ എന്നതിനപ്പുറത്തേക്ക് ഇന്ന് ആർക്ക് വേണമെങ്കിലും ഒരു മാധ്യമപ്രവർത്തകനാകാമെന്നുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളുമുണ്ട്. ഏതെങ്കിലുമൊക്കെ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു മൊണോപ്പൊളിയിൽ നിന്നും ഇന്ന് ആര് വിചാരിച്ചാലും നമുക്ക് വാർത്തകൾ, വിശേഷങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു കുറേ കൂടി ഒരു വൈഡായിട്ടുള്ള ഒരു ക്യാൻവാസായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കോമ്പറ്റീഷൻ അതുകൊണ്ട് കൂടുതൽ വന്നിരിക്കുന്നത് കൊണ്ട് അതിനകത്ത് അവരുടെ ബിസിനസ് താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്നുള്ള ഒരു തരത്തിലേക്ക് പോകുന്ന കുറേയേറെ പ്ലാറ്റ്ഫോമുകളുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വശത്ത് കുറേ ഗുണങ്ങളുള്ളപ്പോൾ മറുവശത്ത് അതിൻ്റെ ദോഷങ്ങളുമുണ്ട്. അപ്പോൾ ഇത് വേർതിരിച്ച് കാണാനായിട്ടുള്ള സൗകര്യം അല്ലെങ്കിൽ വിവേകം ഇത് വാച്ച് ചെയ്യുന്ന ആളുകൾക്കുണ്ടാവണം. അത് കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി നിരീക്ഷിച്ചു പോകേണ്ടതാണ്. ഇപ്പോൾ സാമൂഹിക മാറ്റങ്ങൾ പലതും സംഭവിക്കുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ മീഡിയയ്ക്കും വളരെയേറെ പ്രാധാന്യമായിട്ട് നമുക്കറിയാം പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ പൊതുജന അഭിപ്രായം കൂടുതലായിട്ട് ശക്തിപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഓരോ വിഷയം വരുമ്പോഴും അതിനകത്ത് ജനങ്ങൾക്ക് പ്രതികരിക്കാനായിട്ടുള്ള അവസരങ്ങൾ കൂടി വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ട് നമ്മളിപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരായാലും പൊതുപ്രവർത്തകരായാലും സമൂഹത്തിൽ ഏത് തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളായാലും നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ഒരു ആശയം ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് പത്രമാധ്യമങ്ങളെ ആശ്രയിച്ച് മാത്രമേ സാധ്യമാവുകയായിരുന്നുള്ളൂ. ഒരു പത്രം തീരുമാനിക്കുകയാണ് എൻ്റെ വാർത്ത കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചാൽ എൻ്റെ പണി തീർന്നു. അല്ലെങ്കിൽ എനിക്കത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള മാർഗം പിന്നെ പരിമിതമാണ്. പക്ഷേ ഇന്നിപ്പോൾ ഒരു പത്രം വിചാരിച്ചാലോ അല്ലെങ്കിൽ ഒരു ചാനൽ വിചാരിച്ചാലോ ഒരു വാർത്ത നമുക്ക് മൂടി വയ്ക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു പ്രവർത്തനത്തെ നമുക്ക് മറച്ചു വയ്ക്കാനായിട്ട് കഴിയില്ല. നമുക്ക് മറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആളുകൾക്ക് സ്വന്തമായിട്ട് ഇനിയിപ്പം ചാനലുകളൊന്നുമില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. നമ്മളിപ്പം ഡിജിറ്റൽ മീഡിയ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മെയിൻ സ്ട്രീം മീഡിയയെ മെയിൻ സ്ട്രീം മീഡിയനെ മൈൻഡ് ചെയ്യാതെ മെയിൻ സ്ട്രീം മീഡിയ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്തുകൊള്ളാം, അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയിൽ മാത്രമായിട്ട് നവമാധ്യമങ്ങളിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്തുകൊള്ളാം എന്നുള്ളൊരു കോൺഫിഡൻസിൽ നിൽക്കുന്ന പ്രവർത്തിച്ചു പോകുന്ന കുറേ ആളുകളുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സ്പേസ് ഉണ്ട്. നമുക്ക് പത്രങ്ങൾക്ക് പത്രങ്ങളുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്, ചാനലുകൾക്ക് ചാനലുകളുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്, നവമാധ്യമങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള സ്പേസ് ഉണ്ട്. പക്ഷെ സ്പേസ് അതിര് കടക്കുന്നുണ്ടോ? എന്താ ഇപ്പോൾ തോന്നിയിട്ടുള്ളത്? കോമ്പറ്റീഷൻ ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും. ഇപ്പോൾ അത് എല്ലാ കോമ്പറ്റീഷൻ വർദ്ധിച്ചു വരുമ്പോൾ നമുക്ക് താല്പര്യങ്ങളും മാറും. ഇപ്പോൾ ചാനലുകളിൽ നടക്കുന്നില്ല. ഇപ്പോൾ നവമാധ്യമങ്ങളിൽ മാത്രമല്ലല്ലോ, ഇപ്പോൾ ചാനലുകളിൽ ഈ മത്സരം വർദ്ധിച്ചപ്പോൾ അവർ വാർത്തകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ചില വ്യഗ്രതകളുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ TRP കൂട്ടാൻ വേണ്ടിയിട്ട് ചാനലുകൾ കാണിക്കുന്ന, ഇപ്പോൾ ഞാൻ പദം ഉപയോഗിക്കാമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ചില കോപ്രായങ്ങളുണ്ട്. അങ്ങനെ അത് ചാനലുകളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് നവമാധ്യമങ്ങളിൽ കുറേ കൂടി നടക്കുന്നുണ്ട്. കാരണം അവിടെ ഒരു നിയന്ത്രിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ കുറവായതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കാണിക്കാം എന്നുള്ളൊരു സ്പേസ് ആയിട്ട് മാറുന്നുണ്ട്.
അപ്പോൾ ഇത് ഇതിനകത്ത് യാഥാർത്ഥ്യം എന്താണ്, ഇതിനകത്ത് വാർത്ത എന്താണ്, ഇതിനകത്ത് സെൻസേഷൻ എന്താണ്, ഇതിനകത്ത് വ്യാജ വാർത്ത എന്താണ്, കെട്ടിച്ചമയ്ക്കുന്നത് എന്താണ്, ഇതൊക്കെ തിരിച്ചറിയാനായിട്ടുള്ള ഒരു കഴിവും നമുക്ക് ആളുകൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല വാർത്തകളും അതിൻ്റെ തലക്കെട്ട് വേറെയായിരിക്കും. പക്ഷെ ഉള്ളടക്കം വേറെയായിരിക്കും. പലപ്പോഴും തലക്കെട്ടുകൾ കണ്ടാണ് നമ്മൾ മാധ്യമങ്ങളുടെ അതിന് മാധ്യമങ്ങളിലേക്ക് എത്തുന്നത് തന്നെ ചിലപ്പോൾ തലക്കെട്ട് വായിച്ചായിരിക്കും. പക്ഷെ ആ തലക്കെട്ടിൽ നിന്ന് നേരെ വിപരീതമായിട്ടുള്ള ചിലപ്പോൾ വിഷ്വൽസിലേക്കൊക്കെ ആയിരിക്കാം നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു റെഗുലേഷൻ വേണ്ടതല്ലേ? നമുക്കത് പ്രായോഗികമായിട്ട് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓവർ ദ ഇയേഴ്സ് ഇത് ആളുകൾ ഇതിനകത്ത് ക്രെഡിബിൾ ആയിട്ടുള്ള എന്താണ്, അല്ലെങ്കിൽ ഇതിനകത്ത് വ്യാജമായിട്ടുള്ള എന്താണ് എന്നുള്ളത് ആളുകൾ തിരിച്ചറിയും. ഇതിനകത്തെല്ലാം ഒരു പബ്ലിക് സ്ക്രൂട്ടിനി നടക്കുന്നുണ്ട്. നവമാധ്യമങ്ങളിലായാൽ പോലും അതിനകത്തൊരു പബ്ലിക് സ്ക്രൂട്ടിനി നടക്കുന്നുണ്ട്. ഇതിനകത്ത് ആരാണ് നിരന്തരമായിട്ട് സെൻസേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അല്പം റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വ്യാജ വാർത്തകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള സെൻസേഷനുകൾക്ക് ശ്രമിക്കുന്നതെന്നുള്ളത് ഓവർ ദ ടൈം അല്ലെങ്കിൽ ഓവർ ദ ഇയേഴ്സ്, ഇയേഴ്സ് ഒന്നും വേണ്ട, ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈം ആളുകൾക്ക് അത് തിരിച്ചറിയും. അപ്പോൾ അതനുസരിച്ച് അവരുടെ ക്രെഡിബിലിറ്റീനെ ബാധിക്കും. പിന്നെ അത് നമുക്ക് റെഗുലേറ്റ് ചെയ്യേണ്ടതല്ലെന്ന് വെച്ചാൽ നിശ്ചയമായിട്ട് റെഗുലേറ്റ് ചെയ്യണം. അതിനുള്ള സംവിധാനങ്ങളുണ്ട്. കാരണം ഇപ്പോൾ ഒരു ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു നവമാധ്യമം അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ആരെങ്കിലും അവരുടെ ഒരു ബിസിനസ് താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ റീച്ച് കൂട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒരു വാർത്ത കൊടുക്കുന്നു, അത് മറ്റാരെയെങ്കിലും അവരുടെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ അവരെ സാമ്പത്തികമായിട്ടോ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ് എങ്കിൽ അതൊക്കെ തീർച്ചയായിട്ടും റെഗുലേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അതിനകത്ത് ആവശ്യമായിട്ടുള്ള നടപടികളും വേണ്ടതാണ്. ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷനൊക്കെ വരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. ഉടനെ തന്നെ നവമാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പൂട്ട് വീഴാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നും പറയുന്നു. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ സാറിന് ഇത് ബാധിക്കപ്പെട്ടിട്ടുണ്ടോ? ഈ നവമാധ്യമങ്ങളിൽ നിന്നുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ബാധിക്കപ്പെട്ടിട്ടുണ്ടോ? അല്ല, നവമാധ്യമങ്ങളിൽ ആളുകൾ പല പരാമർശങ്ങളും നടത്തും. അത് ചിലർ നമ്മൾക്ക് അനുകൂലമായിട്ട് പറയുന്നവരുണ്ട്, ചിലപ്പം വിമർശിക്കുന്നവരുണ്ട്. ഞാനത് അതാകെ ഒരു സ്പിരിറ്റിൽ മാത്രമേ എടുക്കാറുള്ളൂ. എനിക്കങ്ങനെ അതിനകത്തൊരു പ്രശ്നം ഉണ്ടായതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഞാനൊക്കെ കാണുന്നത്, നമ്മൾ പൊതുപ്രവർത്തകരാണ്, ജനപ്രതിനിധികളാണ്. നമ്മളൊന്നും വിമർശനത്തിന് അതീതരായിട്ടുള്ള ആളുകളൊന്നുമല്ല. നമ്മളൊക്കെ വിമർശിക്കപ്പെടണം. ആളുകൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അത് പേഴ്സണലായിട്ട് നമുക്ക് എന്തെങ്കിലും തരത്തിൽ എൻ്റെ ഒരു എം.എൽ.എ എന്ന നിലയിലുള്ള അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലുള്ള നമ്മുടെ പ്രവർത്തനത്തെ വിമർശിക്കാൻ ആർക്കും അവകാശമുണ്ട്. പക്ഷെ അതൊരു പേഴ്സണൽ അറ്റാക്കിലേക്ക് വരുമ്പോഴാണ് നമുക്കതൊരു പ്രയാസമായിട്ട് തോന്നുന്നത്. പക്ഷേ നമുക്കിതുവരെ അങ്ങനെ ഒരു പലരും പേഴ്സണലായിട്ടും പറയുന്നതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളത് ശ്രദ്ധിക്കാറില്ല. നമ്മളത് ശ്രദ്ധിക്കാൻ പോയാൽ നമുക്കതിനെ നേരം ഉണ്ടാവുകയുള്ളൂ. ഓക്കെ. ഇപ്പോൾ നമുക്കറിയാം ഒരു വലിയൊരു മീഡിയ ആണെങ്കിൽ അതിനൊരു പരിധിയുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയകളിലേക്ക് വരുമ്പോൾ പരിധി പലപ്പോഴും ഇപ്പോൾ സെമിനാറുകൾ, സമ്മേളനങ്ങൾ അതെല്ലാം തന്നെ ഒരു പൂർണ്ണമായിട്ടും നമുക്ക് ആളുകളിലേക്ക്, കാഴ്ചക്കാരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. പക്ഷേ പലപ്പോഴും വലിയ മാധ്യമങ്ങളാകുമ്പോൾ അവർക്കൊരു ടൈം സ്ലോട്ടും കാര്യങ്ങളും എല്ലാം വരുന്നത് കൊണ്ട് ഇതുപോലെ സമ്മേളനങ്ങൾ, പൊതുവായിട്ടുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പോൾ ആ ഒരു പരിധി ഇല്ലായ്മ നല്ലതാണോ? ചീത്തയാണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ജനങ്ങളിലേക്ക് എത്തണം. ഇത് നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിലാണല്ലോ നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ഏകാധിപത്യ ഭരണ സംവിധാനത്തിലുള്ളതുപോലെ മാധ്യമങ്ങൾക്ക് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തി പോകുന്ന ഒരു രാജ്യമല്ല നമ്മുടേത്. അപ്പം നമുക്ക് എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാനും എല്ലാവർക്കും ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ ചൈനയിൽ ഉള്ളതുപോലെ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു രീതിയില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ റഷ്യയിലൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പലപ്പോഴും മാധ്യമങ്ങളെ വാർത്തകൾ കണ്ടൻറ്റ് സെൻസർ ചെയ്യുന്ന ഒരു രീതി. അപ്പോൾ അത് നമുക്കില്ല. അതുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യട്ടെ. പക്ഷേ അറ്റ് ദ സെയിം ടൈം അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തുന്ന ആളുകൾ, എന്തെങ്കിലും മിസ്ചീഫ് നടത്തുന്ന ആളുകളുണ്ടെങ്കിൽ അത്തരം ആളുകളെ നമുക്ക് വഴിക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളാണ് വേണ്ടത്. ഓക്കെ. ഇപ്പോൾ ഈ സമൂഹത്തിന് ഗുണകരമാകുന്ന രീതിയിൽ നവമാധ്യമങ്ങൾക്ക് എങ്ങനെ അവരുടെ ആ ഒരു നവമാധ്യമങ്ങളെ എങ്ങനെയാണ് കൂടുതൽ ഗുണകരമാക്കാൻ സാധിക്കുക? ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്കിപ്പോൾ ഒരു കയ്യിൽ ഒരു കത്തി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കത്തി വെച്ച് നമുക്ക് പല കാര്യം നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് കറിക്കരിയാൻ പറ്റും, നമുക്ക് വേറൊരാളെ കുത്താൻ പറ്റും, അല്ലെങ്കിൽ വേറൊരാളെ ഉപദ്രവിക്കാനായിട്ട് നമുക്കത് സാധിക്കും. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഗുണവും ദോഷവും എല്ലാം ഉണ്ട്. ഏത് തരത്തിൽ വേണമെങ്കിലും ആളുകൾക്ക് ഉപയോഗിക്കാം. അത് ഉപയോഗിക്കുന്ന ആളുടെ, ഈ കത്തി കയ്യിലിരിക്കുന്ന ആളുടെ തീരുമാനമാണല്ലോ. ഇപ്പോൾ നവമാധ്യമങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പം ഒരു എന്തെങ്കിലും ഒരു ചികിത്സ സഹായം ആവശ്യമായിട്ട് വരുന്ന ഒരാൾക്ക് നമ്മൾ മറ്റ് മുഖ്യധാര മാധ്യമങ്ങളുടെ ഒന്നും സഹായം കൂടാതെ നവമാധ്യമങ്ങളിൽ കൂടെ തന്നെയുള്ള പ്രചരണത്തിലൂടെ എത്രയോ തുക അതെ. സമാഹരിച്ച് നമ്മൾ ആളുകൾക്ക് ലഭ്യമാക്കിയിട്ടുള്ള എത്ര കേസുകളുണ്ട്. ഇപ്പോൾ ഒരു ദുരന്തം വരുന്നു. ഇപ്പോൾ നമുക്ക് വയനാട് ദുരന്തം നമ്മുടെ മുമ്പിലുണ്ട്.
അപ്പോൾ അത് അല്ലെങ്കിൽ നമുക്കിവിടെ പ്രളയമൊക്കെ ഉണ്ടായ ഒരു നാടാണ്. നമുക്ക് അവിടെയൊക്കെ നവമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ട് പരിചയപ്പെട്ട് അല്ലെങ്കിൽ ഇത് അറിഞ്ഞ് എത്രയോ ആളുകൾ നമുക്ക് സഹായം ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് തന്നെ അനുഭവമുണ്ട്. ഉം. നമ്മൾ പല ആളുകളും നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഉം. നേരിട്ട് കോൺടാക്ട് ചെയ്ത് ഒരു പരിചയമില്ലാത്ത ആളുകൾ. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആളുകൾ, പരിചയമില്ലാത്ത ആളുകൾ നമ്മളെ ബന്ധപ്പെടുന്നു. അവർ നമുക്ക് സഹായം എത്തിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ ഒത്തിരി അങ്ങനെ ഉദാഹരണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരാളെ ഇപ്പോൾ ഒരു പേഴ്സണലി നമുക്കൊരാളെ ടാർഗറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ആരെയെങ്കിലും കരിവാരി തേക്കണമെന്ന് വിചാരിച്ച് അത് ചിലപ്പം രാഷ്ട്രീയക്കാരാവാം, സിനിമാ പ്രവർത്തകരാവാം, പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളാവാം, ബിസിനസ് രംഗത്ത് നിൽക്കുന്ന ആളുകളാവാം. അപ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് തകർക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് വേണമെങ്കിൽ ആളുകൾക്ക് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് അങ്ങനെ വാർത്തകൾ സൃഷ്ടിച്ചു വിടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഏത് തരത്തിൽ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതും ഇത് കാണുന്ന ആളുകൾ ഇത് ഏത് തരത്തിൽ എടുക്കുന്നു എന്നുള്ളതുമാണ് പ്രധാനം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 4, 5 വർഷം മുമ്പ് വരെ ഇത്രയും സോഷ്യൽ മീഡിയാസ് ഇത്രയും വളർന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയാസ് ഇതുപോലെ വളർന്നു കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും ജനങ്ങളുടെ തന്നെ ഒരു ചിന്താഗതി മാറിയതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കിട്ടിയിരുന്ന നല്ല നല്ല മാധ്യമങ്ങളിൽ നിന്ന് കിട്ടിയിരുന്ന നല്ല നല്ല വാർത്തകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ ഒരു ജനങ്ങളുടെ ചിന്താഗതി മാറി തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ നെഗറ്റീവിൻ്റെ ആ ഒരു ഹെഡിങ് വായിച്ച് നെഗറ്റിവിറ്റിയിലേക്ക് കൂടുതലായിട്ട് മാറുന്നു. ജനങ്ങളുടെ ചിന്താഗതി മാറുന്നു. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് കുറെ കൂടി ഒരു വൈഡ് ക്യാൻവാസായി മാറി. ഇപ്പോൾ ഞാൻ വളരെ കുറെ കൂടി വ്യക്തമായിട്ടുള്ളൊരു ഉദാഹരണം പറഞ്ഞാൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രതിനിധിയാണ്. രാജ്യത്താകമാനം മുഖ്യധാരാ മാധ്യമങ്ങൾ പൂർണ്ണമായിട്ടും എല്ലാ എക്സിറ്റ് പോളുകളും എല്ലാ അഭിപ്രായ സർവേകളും കോൺഗ്രസ് അധികാരത്തിൽ വരില്ല അല്ലെങ്കിൽ BJP 400 സീറ്റിലധികം നേടി നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്നുള്ള വ്യാപകമായ പ്രചാരണമായിരുന്നു. മുഖ്യധാര മാധ്യമങ്ങൾ പൂർണ്ണമായിട്ടും ഉം. ഞാനതിനകത്ത് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ ഒഴികെ ബാക്കി ദേശീയ മാധ്യമങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ മാധ്യമങ്ങളും പത്രങ്ങളായാലും ചാനലുകളായാലും വൺ സൈഡഡ് ആയിരുന്നു, കംപ്ലീറ്റ്ലി വൺ സൈഡഡ്. പക്ഷേ അത് ഒരു ചെറിയൊരു സെക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. Yes. നമുക്ക് ഡിജിറ്റൽ മീഡിയയിലും നമ്മളല്ലാതെ മറ്റ് പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ നമ്മൾ നടത്തിയിട്ടുള്ള പ്രചരണങ്ങളും നമുക്ക് അവിടെ നിന്ന് ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഇമ്പ്രഷനൊക്കെ ഉണ്ട്. അവർക്ക് അതിനെ വോട്ടിങ്ങിനെയൊക്കെ ആളുകൾ വിലയിരുത്തിയ രീതിയൊക്കെ ഉണ്ട്. പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ കണ്ടല്ലോ, റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ 400 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ ആളുകൾക്ക് 230 സീറ്റേ കിട്ടിയുള്ളൂ. 40 സീറ്റോ അല്ലെങ്കിൽ 50 സീറ്റിൽ താഴെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ കോൺഗ്രസ്സിന് 100 സീറ്റ് കിട്ടുകയും ഇന്ത്യ സഖ്യത്തിന് ഇത്രയേറെ സീറ്റ് കിട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു മുഖ്യധാരാ മാധ്യമങ്ങൾ മാത്രം വിചാരിച്ച് കൺട്രോൾ ചെയ്ത് നിർത്താവുന്ന ഒരു സ്പേസ് എന്നുള്ളിടത്തുനിന്ന് ഇത് മറ്റുള്ളവർക്കും കൂടെ ഉള്ളൊരു സ്പേസ് ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് വൈഡ് ആവുന്നതിനകത്ത് താങ്കൾ ഈ പറഞ്ഞതുപോലെ ഇത് പരമാവധി ആളുകളിലേക്ക് ഇത് എത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതിന് ഗുണവും ദോഷമുണ്ട്. സ്വന്തം സോഷ്യൽ മീഡിയാസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ? അത് ഹാൻഡിൽ ഞാൻ ചെയ്യാൻ ആർക്കെങ്കിലും കൊടുത്തിരിക്കുകയാണോ? ഞാൻ പരമാവധി എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആയാലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആയാലും ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനങ്ങനെ റെഗുലറായിട്ട് അല്ലെങ്കിൽ ഓൺ എ ഡെയിലി ബേസിസ് പോസ്റ്റ് ചെയ്യുന്ന ആളല്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് ഏതാണ്ട് ഒരു 90% ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളൊരു പേഴ്സണൽ ടച്ചിൽ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുക. അപ്പോൾ ഞാൻ അത് പേഴ്സണലി കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും സോഷ്യൽ മീഡിയാസ് നന്നായിട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ എടുക്കുകയാണെങ്കിലും സോഷ്യൽ മീഡിയാസിലൂടെ വളരെയധികം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുപോലെ സോഷ്യൽ മീഡിയ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? അതെയോ അതിന് പുറകോട്ടാണോ? ഞാൻ സ്വയം വിലയിരുത്തി കഴിഞ്ഞാൽ ഞാനത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. കുറച്ചുകൂടി അതിനകത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. യൂത്ത് എല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയാസിനൊപ്പം അല്ലേ? എനിക്ക് തോന്നുന്നു ആർക്കും തന്നെ ന്യൂസുകൾ കണ്ടിരിക്കാനുള്ള ക്ഷമയും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ എന്താണ് എന്നറിയാനായിട്ട് യൂത്ത് ന്യൂ ജനറേഷൻ മുഴുവൻ സോഷ്യൽ മീഡിയയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അഡിക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് യൂത്ത് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യേണ്ടതല്ലേ? അല്ല, തീർച്ചയായിട്ടും. അത് ഞാൻ പറഞ്ഞല്ലോ ഓരോ ടാർഗറ്റ് ഗ്രൂപ്പുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ഒരു ഏജ് ഗ്രൂപ്പുണ്ട്. ഇൻസ്റ്റാഗ്രാം മാത്രം യൂസ് ചെയ്യുന്നവർ. യെസ്. ആ ഏജ് ഗ്രൂപ്പ് അല്ല ആ ഗ്രൂപ്പ് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരല്ല. യൂസ് ചെയ്യില്ല. ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത് വേറൊരു ഏജ് കാറ്റഗറിയിലാണ്. യൂട്യൂബ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വേറൊരു ഏജ് കാറ്റഗറിയാണ്. ഇപ്പം അത്രയ്ക്ക് പണ്ടത്തെ സോഷ്യൽ മീഡിയ എന്നുള്ള കോൺസെപ്റ്റ് മാറി.
ഇപ്പോൾ ഓരോ ഏജ് ഗ്രൂപ്പിനും നമുക്ക് ഓരോ പ്ലാറ്റ്ഫോമായി. ഓരോ പ്ലാറ്റ്ഫോമായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ മുമ്പിലുള്ള ചലഞ്ച് എന്ന് പറയുന്നത്, ഞങ്ങൾ നേരത്തെ നമ്മളൊരു ഫേസ്ബുക്ക് മാത്രം കൈകാര്യം ചെയ്താൽ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ തീരുന്ന പ്രശ്നമായിരുന്നെങ്കിൽ, ഇന്നിത് നമ്മൾ ഓരോ ടാർഗറ്റ് ഗ്രൂപ്പിനും കണക്കാക്കി നമ്മൾ സ്പെസിഫിക് ആയിട്ട് കുറെ കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. അതെ, അത് പറഞ്ഞതൊരു വലിയ കാര്യമാണ്. കാരണം ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് ശരിക്കും യൂത്തിന്റെ കയ്യിലാണ്. ഫേസ്ബുക്ക് കുറച്ചും കൂടെ ഒരു കുറച്ചുകൂടെ ഒരു പ്രായമായ 30 ടു അതെ അതെ 60ന്റെ കയ്യിലാണ്. യൂട്യൂബ് പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് മാറ്റി മാറ്റി നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്ന വലിയൊരു ടാസ്ക് തന്നെ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ റോജി എം ജോണിനെ കേട്ട് കഴിഞ്ഞു. വളരെയധികം കാര്യങ്ങളാണ് അദ്ദേഹം അങ്കമാലിക്കാർക്ക് വേണ്ടിയിട്ടും കേരളത്തിന് വേണ്ടിയിട്ടും കോൺഗ്രസിന് വേണ്ടിയിട്ടും എല്ലാം യുവതലമുറയോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കും നമുക്കും എല്ലാം അണിചേരാം. ഒപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇന്ന് ഈ ഒരു സ്മാർട്ട് ജെൻ മീഡിയയോടൊപ്പം ചേർന്ന് ഇന്നത്തെ ഈ ഒരു നവമാധ്യമത്തെ കൂടെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നതിനും ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതിനുമായിട്ട് താങ്ക് യു സോ മച്ച്. വീണ്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സ്മാർട്ട് ജെൻ മീഡിയയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നവമാധ്യമ രംഗത്ത് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ രംഗത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു മുഖമായി മാറാനായിട്ട് സ്മാർട്ട് ജെൻ മീഡിയയ്ക്ക് സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. നവയുഗ മാധ്യമ രംഗത്തെ ശ്രദ്ധേയ സാന്നിധ്യമായി സ്മാർട്ട് ജെൻ മീഡിയ അങ്കമാലിയുടെ ബഹുമാനനായ MLA ശ്രീ റോജി എം ജോണിനൊപ്പം സ്മാർട്ട് ജെൻ മീഡിയ ചീഫ് എഡിറ്റർ ശ്രീ ദിലീപ് കുമാർ, നഗരസഭാ അധ്യക്ഷൻ ശ്രീ മാത്യു തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ ശ്രീമതി കൊച്ചുത്രേസ്യ തങ്കച്ചൻ, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജി ജോസഫ്, പ്രസ് ക്ലബ് സെക്രട്ടറി ശ്രീ ബൈജു മേനാച്ചേരി, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോണി കുര്യാക്കോസ്, കാര്യവിചാര സദസ്സ് രക്ഷാധികാരി ശ്രീ ജോർജ് സ്റ്റീഫൻ, ഫിസാറ്റ് മുൻ ചെയർമാൻ ഡോക്ടർ പോൾ മുണ്ടാടൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ശ്രീ NV പോളച്ചൻ, ഓട്ടോമൊബൈൽ റിപ്പയർ റീറ്റെയിലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ബിജു പൂപ്പത്ത് എന്നിവർ ഇവിടെ സന്നിഹിതരാണ്. സ്മാർട്ട് ജെൻ മീഡിയ ലോഗോ പ്രകാശനത്തിനായി അങ്കമാലിയുടെ ബഹുമാന്യനായ MLA ശ്രീ റോജി എം ജോണിനെ തികഞ്ഞ ആദരവോടെ ക്ഷണിക്കുകയാണ്. വർത്തമാനകാല സംഭവങ്ങളുമായി ലൈവ് ഡെസ്ക് ടൈറ്റിൽ പ്രകാശനത്തിനായി അങ്കമാലി നഗരസഭ അധ്യക്ഷൻ ശ്രീ മാത്യു തോമസിനെ ക്ഷണിക്കുന്നു. ജനങ്ങൾ അറിയാൻ കൊതിക്കുന്ന വിശേഷങ്ങളുമായി പ്രൈം മൊമെന്റ്സ് ടൈറ്റിൽ പ്രകാശനത്തിനായി അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ ശ്രീമതി കൊച്ചുത്രേസ്യ തങ്കച്ചനെ ക്ഷണിക്കുകയാണ്. താരപ്പൊലിമയെ അടുത്തറിയാൻ സ്റ്റാർ ചാറ്റ് ടൈറ്റിൽ പ്രകാശനത്തിനായി അങ്കമാലി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജി ജോസഫിനെ ക്ഷണിക്കുന്നു. വൻ ബിസിനസ് രഹസ്യങ്ങളുടെ ചുരുളഴിക്കുന്ന ബ്രാൻഡ് സ്റ്റോറീസ് ടൈറ്റിൽ പ്രകാശനത്തിനായി പ്രസ് ക്ലബ് സെക്രട്ടറി ശ്രീ ബൈജു മേനാച്ചേരിയെ ക്ഷണിക്കുകയാണ്. നേതാക്കൾക്ക് നാടിനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്ന ലീഡേഴ്സ് വോയിസ് ടൈറ്റിൽ പ്രകാശനത്തിനായി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോണി കുര്യാക്കോസിനെ ക്ഷണിക്കുന്നു. പ്രേക്ഷകരുടെ ഏത് സംശയങ്ങൾക്കും ഉത്തരവുമായി എക്സ്പെർട്ട് കണക്ട് ടൈറ്റിൽ പ്രകാശനത്തിനായി കാര്യവിചാര സദസ്സ് രക്ഷാധികാരി ശ്രീ ജോർജ് സ്റ്റീഫനെ ക്ഷണിക്കുന്നു. പ്രശ്നങ്ങൾ ഒഴിവാക്കി നേട്ടങ്ങൾ കൊയ്യാൻ മെന്റേഴ്സ് ടോക്ക് ടൈറ്റിൽ പ്രകാശനത്തിനായി ഫിസാറ്റ് മുൻ ചെയർമാൻ ഡോക്ടർ പോൾ മുണ്ടാടനെ ക്ഷണിക്കുന്നു. സ്മാർട്ട് ജെൻ മീഡിയ ഇനി യൂട്യൂബ്, വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് വഴി ഉടനടി നിങ്ങളിലേക്ക്. റിവീലിംഗ് ദ ട്രൂത്ത്.